മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയായി തന്നെ കാണും എന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ ഒരവസ്ഥയാണ്. പലവർക്കും തോന്നുന്നത് പലതരത്തിലുള്ള ഗോസിപ്പുകളാണ്. ഇപ്രാവശ്യത്തെ ഗോസിപ്പിൽ പെട്ടിരിക്കുന്നത് ആര്യനും ജിസേലുമാണ്. എല്ലാവരും അവിടെ പറയാതെ പറയുന്നുണ്ട്. ലാലേട്ടൻ വന്ന് ഇത് ചോദിച്ച് വ്യക്തമാക്കി എന്നതാണ് സത്യം. ലാലേട്ടൻ ആര്യന് കൊടുത്ത വാണിംഗ് ആണോ ഒനിയൽ അഭിലാഷ് സംസാരിച്ച ആ ഒരു വീഡിയോ? ബാക്കി കണ്ടു നോക്കൂ. ഇപ്പോഴത്തെ ഗോസിപ്പ് ലവ് ട്രാക്ക് എന്നും പറഞ്ഞ് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇത് പലരും പല വിധത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അഭിലാഷും ബിന്നിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരാണ് ഇപ്പോഴത്തെ ലവ് ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഒനിയലും അഭിലാഷും സാബുമാനും ഇരുന്ന് ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആര്യൻ നന്നായി ഗെയിം കളിക്കുന്ന ഒരാളാണ്. ജിസേൽ വന്നതിന് ശേഷമാണ്, ജിസേലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ശേഷമാണ് ആര്യൻ ഗെയിം കളിക്കാതെ ആയത് എന്നെല്ലാം പറഞ്ഞ് അവൾ പുറത്ത് പോയാൽ മാത്രമേ അവന് നന്നായി ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ആര്യൻ പോകണം എന്ന് പറയില്ല, കാരണം അവൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ജിസേലിൻ്റെ കൂടെ കൂടിയിട്ടാണ് ആര്യൻ ഗെയിം ഒട്ടും തന്നെ കളിക്കാത്തത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നു ഇതന്നെയാണ് ബിന്നിയും ഇന്നലെ പറഞ്ഞത്, ഇവർ തമ്മിൽ ലവ് ട്രാക്ക് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ വന്നുകൊണ്ട് ഒനിയലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് മാത്രം ഒരു അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഒനിയൽ ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിനോട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ആര്യനെയും ജിസേലിനെയും കുറിച്ചുള്ള ഗോസിപ്പ് പറയുന്നത് കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന ആ നിമിഷം തന്നെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഫേസ് വല്ലാതെ ഡല്ലാവുന്നുണ്ട്. കാരണം അവർ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് രീതിയിലായിരിക്കാം സംസാരിച്ചത്, ചിലപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരോടുമായി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിൽ ജിസേലിനോട് ഇവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ജിസേൽ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പാണ്, ഇവരുടെ ചിലവർക്ക് അസൂയയാണ് എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മലയാളത്തിൽ ജിസേൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒനിയൽ പറയുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന, നന്നായി ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ പക്ഷേ ഇപ്പോൾ നന്നായി ജിസേലിൻ്റെ കൂടെ കൂടിയിട്ട് ഗെയിമിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായി ഗെയിം കളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അനീഷ് പറയുന്നുണ്ട് അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അവർ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്ന്. അനുമോളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല, ഇതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. ലാലേട്ടൻ ആര്യനോട് പറയാതെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. മോനെ ആര്യ, നീ സ്വന്തമായി ഗെയിം കളിച്ചോ, ജിസേലിന് പാത്രം കഴുകി കൊടുത്തിട്ടോ തുണി കഴുകി കൊടുത്തിട്ടോ ഫേക്ക് ലവ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടോ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യവുമില്ല, നിനക്ക് 7ന്റെ പണി കിട്ടും എന്നാണ് ലാലേട്ടൻ പറയാതെ പറയുന്നത്. അതിനു വേണ്ടിയാണ് ഒനിയലും അഭിലാഷും സംസാരിക്കുന്ന ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ആര്യനുള്ള ഒരു വാണിംഗ് ആണോ? സത്യത്തിൽ ജിസേൽ ഒരു ഗെയിമും അവിടെ ചെയ്യുന്നില്ല, ആകെയുള്ളത് ചായ കാപ്പി ചപ്പാത്തി പിന്നെ ഒരു ലവ് കോംബോ, ഇത് മാത്രമാണ് ജിസേൽ അവിടെ ചെയ്യുന്നത്. ആര്യൻ മാത്രമാണ് അതുകൊണ്ട് ശരിക്കും അവിടെ പെട്ടുപോകുന്നത്. ഒനിയൽ പറഞ്ഞത് തെറ്റാണ് എന്നും പറയാൻ പറ്റില്ല. ആര്യൻ ജിസേലിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഗെയിമിൽ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് മറ്റുള്ളവർക്ക് തോന്നുകയാണോ എന്നുള്ളത് ഓരോ ടാസ്കുകൾ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം കൂടെയാണ്. ലക്ഷ്മിയുടെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുന്നേ ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല. എന്താണെങ്കിലും ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ ആ അഭിപ്രായത്തോട് എനിക്ക് 100% യോജിപ്പുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ അവസ്ഥ. പലവർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. എന്തായാലും ലാലേട്ടൻ ആര്യന് ലാസ്റ്റ് വാണിംഗ് ആയിട്ടാണ് ഇത് കൊടുത്തത്. ആര്യൻ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പിന്നെ വരാം.